ക്ലിനിക്കൽ മൈക്രോബയോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ രീതിയിലേക്ക് പോകാന്ന് പറഞ്ഞു. അതെ. അപ്പൊ അങ്ങനെ ഈ ക്ലിനിക്കലിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഉം. നമുക്ക് ഇവിടെയുള്ള ലാബുകളോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ലാബുകൾ നടത്താനോ അങ്ങനെയൊക്കെ പറ്റുമോ? പറ്റും, പറ്റും. ഉറപ്പായിട്ടും പറ്റും. നമുക്ക് ഇവിടെയുള്ള ലാബിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം മൈക്രോബയോളജിയുടെ കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും ഒരു മൈക്രോബയോളജിസ്റ്റ് തന്നെ വേണം. അത് വേറൊരു ടെക്നീഷ്യനോ വേറെ ഒരു പോസ്റ്റിലുള്ള ആർക്കും അത് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. സോ എന്തായാലും ഒരു ക്ലിനിക്കിൽ മൈക്രോബയോളജി ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ കറണ്ട് സിനേറിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നിപ്പ ഉണ്ട്, കൊറോണ ഉണ്ട്, ഡെങ്കു ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മൈക്രോബയോളജിയുടെ അണ്ടറിലാണ് വരുന്നത്. കോവിഡ് സിറ്റുവേഷനിൽ പോലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആവശ്യം വന്നിരുന്ന മെഡിക്കൽ ഫീൽഡിൽ വന്നിരുന്ന ഒരു പോസ്റ്റ് മൈക്രോബയോളജിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഗവൺമെന്റിൻ്റെയിലാണെങ്കിൽ പോലും ഒരുപാട് അവസരങ്ങൾ ഉണ്ട് ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ. ഇപ്പോൾ നമ്മുടെ NHM എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ, അപ്പോൾ അതിൽ നമ്മുടെ കുറേ വേക്കൻസീസ് വരാറുണ്ട്. സോ അതിലൊക്കെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും മൈക്രോബയോളജി എടുത്തായിട്ട്. നിങ്ങൾക്ക് മൈക്രോബയോളജി കോഴ്സിന് അഡ്മിഷൻ എടുക്കണം, വിത്ത് ആഡ് ഓൺ കോഴ്സിന് കൂടി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കൊച്ചിൻ കോളേജിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വരികയും ചെയ്യാം.